ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് 100 ദിവസം കൊണ്ട് ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനാദ്യം നിങ്ങളുടെ പ്രൊഫൈൽ പബ്ലിക്കാക്കി മാറ്റണം. അത് പ്രൊഫഷണൽ മോഡിലേക്കാക്കി മാറ്റണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് 5000, ഇപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് 5000 ഫ്രണ്ട്സിനെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് 5000-ന് മുകളിൽ വരുന്ന ആൾക്കാരെ നിങ്ങളെ ആഡ് ഫ്രണ്ട്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ എന്ന ഓപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക്. നിങ്ങളൊരു പബ്ലിക് ഫിഗറായി മാറുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം പബ്ലിക്കാക്കി മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പബ്ലിക്കായിരിക്കും. ഇതാണ് പ്രൊഫഷണൽ മോഡിൻ്റെ പ്രത്യേകത. ആദ്യം സെറ്റിങ്സിൽ പോയിട്ട് പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക. ചില ഫേസ്ബുക്ക് പേജിലെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞിട്ട് കാണും. ചില ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ലോക്കിങ് മാറ്റി പബ്ലിക് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സായി മാറിക്കഴിഞ്ഞു. പിന്നെ വേണ്ടത്, ഫേസ്ബുക്കിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഇല്ല എന്ന് പറയുമ്പോഴും 2025 ക്രൈറ്റീരിയ പ്രകാരം 1000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 6 ലക്ഷം വ്യൂസ് വേണം. എല്ലാം കൂടിയിട്ട് ലൈവ്, നിങ്ങൾക്ക് അതിനു വേണ്ടി ടൂൾസ്, ലൈവ് യൂസ് ചെയ്യുക, റീൽസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ 3 മിനിറ്റിൽ കൂടുതലുള്ള ലോങ് വീഡിയോസ് യൂസ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ പോസ്റ്റുകൾ, ലെറ്റേഴ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ 4 ടൂൾസാണ് നിങ്ങൾക്കുള്ളത്. ഇത് 4 നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യൂ ഏകദേശം 60 ദിവസത്തിനുള്ളിൽ 6 ലക്ഷം വ്യൂ കിട്ടണം. അതായത് ഒരു മാസം 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 3 ലക്ഷം വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതേ കൺസിസ്റ്റൻസി ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാസം 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 6 ലക്ഷം വ്യൂ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 മെത്തേഡും കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യണം. റീൽസ് ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പോസ്റ്റുകൾ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ 3 മിനിറ്റ് വീഡിയോസ്, 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ 4-മതായിട്ട് ബാക്കി പോസ്റ്റ്, ഫോട്ടോസ്, റീൽസ്, 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ്. ഇത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം, എല്ലാ ദിവസങ്ങളും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങളതിന് ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതിനാദ്യം ലക്ഷ്യം വേണം. നമുക്കിങ്ങനെ 100 ദിവസം കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ വേണം. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തോടെ അടുക്കാനാകുമ്പോൾ നമുക്ക് ലക്ഷ്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ട് തിരിച്ചു പോകും. പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കിട്ടണം, നമുക്ക് ഈ ഫേസ്ബുക്കിൽ നിന്ന് ചെറിയൊരു ഇൻകമെങ്കിലും കിട്ടണമെന്ന ബോധ്യത്തോടു കൂടി, ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നാം ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാൻ വേണം. 100 നമ്മൾ നോട്ട് ചെയ്യുക, 100 ദിവസം കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണം. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഫോളോവേഴ്സിനെ കൂട്ടുക. രണ്ടാമത് വേണ്ടത് കൺസിസ്റ്റൻ്റായി സ്ഥിരതയോടുകൂടി കൺസിസ്റ്റൻസായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടത് പിന്നെ റീൽസ്, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ മക്കളുടെ വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോസോ, അങ്ങനെ ചെറിയ പ്രകൃതിൻ്റെ വീഡിയോസോ, നിങ്ങൾക്ക് ഏതാണ് അഭിരുചിക്ക് ഇഷ്ടപ്പെടുന്നത് ആ വീഡിയോസിൽ പാട്ടുകൾ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്ത ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റീൽസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റീച്ച് കിട്ടും. രണ്ടാമത് നിങ്ങൾ ഇൻഫ്രണ്ട് വന്ന് ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇത് നിങ്ങളെ എക്സ്പീരിയൻസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വ്യൂവും കിട്ടും. നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി കയറിയിട്ട് നിങ്ങളുടെ വീഡിയോസ്, ഞാനിപ്പോൾ ജിമ്മിൻ്റെ വീഡിയോസും വചനവുമാണ് ചെയ്യുന്നത്. വചനം ചെയ്യുമ്പോൾ ആ വചനത്തിൻ്റെ ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്ത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അത് കാണും. ജിമ്മിൻ്റെ വീഡിയോസ് ആണെങ്കിൽ ജിമ്മിന് താല്പര്യമുള്ളവർ ആ വീഡിയോ കാണും. അതുപോലെ കുട്ടികളുടെ വീഡിയോ ആണെങ്കിൽ ഫാമിലി വ്ളോഗ്,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫാമിലീസ് കാണും. എല്ലാ വീഡിയോസും എല്ലാവരും കാണണമെന്നില്ല. എന്നാൽ ചില വീഡിയോസ് ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഡള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആ മോട്ടിവേഷനിലൂടെ കുറച്ച് ആൾക്കാർക്ക് മോട്ടിവേഷൻ ലഭിക്കും. പിന്നെ എനിക്കും മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ 4 കാറ്റഗറിയാണ് ചെയ്യുന്നത്. ഒന്ന് പിന്നെ ദൈവവചനം ഞാൻ ഇടുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായതുകൊണ്ട് ഈശ്വരനിലേക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എൻ്റെ വചനം എല്ലാവരിലേക്കും അതാത് ഗ്രൂപ്പുകളിലേക്ക് ചെയ്യും, എൻ്റെ പേജിലും ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ലക്ഷ്യം മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മ് വർക്കൗട്ട് ഫേസ്ബുക്ക് ചാലഞ്ച് ഏറ്റെടുക്കുകയും 100 ഡേയ്സിൽ എൻ്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ആൾക്കാരുടെ അടുത്തും എൻ്റെ വെയിറ്റ് 100 ഡേയ്സ് കൊണ്ട് 92 കിലോ വന്ന് 75 കിലോ ആക്കാൻ പറ്റുമെന്ന് സ്ഥിരമായി ചോദിക്കുന്നത് ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റീച്ചാവും. അവരെ ബന്ധുക്കളും അവരെ ആൾക്കാരും ഈ നാട്ടിലെ ആൾക്കാരെല്ലാം ആ വീഡിയോ കാണുവാനും പെട്ടെന്ന് നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ലഭിക്കുവാനും സാധിക്കും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലി, നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നത്, ചെറിയ കാര്യങ്ങൾ, ഫാമിലി ട്രിപ്സ് കാര്യങ്ങൾ ഒരു വ്ളോഗാക്കി ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പതിയെ നമ്മൾ പ്രൊഫഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രൊഫഷണലായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മൂന്നാമത് നമുക്ക് ഈ ഫോളോവേഴ്സിനെ കൂട്ടാനാണ് ഞാൻ ആദ്യം ഗിവ് അവേ ഒക്കെ കൊടുത്തത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അത് അത്ര സക്സസ്ഫുൾ അല്ല. ആരും അത്രമാത്രം എനിക്ക് ഫോളോവേഴ്സ് വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അത് ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സ് കേരള കമ്മ്യൂണിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെ പ്രൊഫഷണൽ മോഡലാക്കിയിട്ട് ഫോളോവേഴ്സിനെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പരസ്പരം സഹായിക്കലാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അതിൽ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് അവർ പരസ്പരം ഫോളോ ചെയ്യും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോളോവേഴ്സ് ചെയ്യാൻ പറ്റും, പരസ്പരം വളരാനും പറ്റും. പരസ്പരം കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വളരാനും പറ്റും. നമ്മളുടെ പേജിന് ഇൻറ്ററാക്ഷനും കിട്ടും, കൂടുതൽ ഇൻറ്ററാക്ഷനും കിട്ടും. ഈ ഫേസ്ബുക്ക് നമ്മളുടെ ഇൻറ്ററാക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ ഫോളോവേഴ്സും നമ്മളെ വ്യൂസും നോക്കിയിട്ടാണ് നമുക്ക് പൈസ തരുന്നത്. അത് ഏകദേശം എൻ്റെ അറിവിൽ ഒരു വ്യൂവിന് 8 പൈസയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 100 വ്യൂവിന് 80 പൈസ, 1,00,000 വ്യൂവിന് 800 രൂപ കിട്ടുമല്ലോ. 10,000 വ്യൂവിന് 800 രൂപ, 1,00,000 വ്യൂവിന് 8,000 രൂപയാണ്. അങ്ങനെ ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ, ചെറിയ പൈസ കിട്ടുള്ളൂ. അപ്പം നമുക്കൊരു 6 ലക്ഷം, അത് ഈ ഫേസ്ബുക്ക് പറയുന്ന പോലെ 6 ലക്ഷം വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപ 8,000 രൂപ ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ നമ്മുടെ പ്രവൃത്തി കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ, നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അതിലെ ആക്ടിവിറ്റീസ് കൂടുകയും അതിനോട് താല്പര്യമുള്ളവർ നമ്മളോട് വീഡിയോ കാണാൻ താല്പര്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ മാസം 3 മില്യൺ വ്യൂ ആണെങ്കിൽ അടുത്ത മാസം 6 മില്യൺ വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഓരോ ആൾക്കും ഓരോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. ചില കണ്ടൻറ്റ് പെട്ടെന്ന് വൈറലായിട്ട് റീച്ച് ആവുകയും ചെയ്യും. അത് നമുക്ക് എത്രത്തോളം എന്ന് പറയാൻ കഴിയില്ല. അപ്പം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് മെയിനായിട്ട് നമ്മളുടെ ലക്ഷ്യം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിരന്തരമായി നിങ്ങൾ ഡെയിലി ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുമ്പം തന്നെയാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓൾറെഡി ഞാനത് എൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്, ചാലഞ്ച് തന്നെയാണ് 100 ദിവസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ നേടിയെടുക്കുക എന്നത്. അതായത് ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അതായത് 2 മാസം കൊണ്ട് 6 ലക്ഷം വ്യൂ അല്ലെങ്കിൽ 10,000 ഫോളോവേഴ്സ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനുള്ള സാഹചര്യം പ്രകൃതി ഒരുക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഏകദേശം 31ാമത്തെ ദിവസമാണ്. ഇപ്പോൾ എനിക്ക് ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി കിട്ടിയുകൊണ്ട് ധാരാളം ഫോളോവേഴ്സ് ഇപ്പം കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ അത് ഗ്രാജുവലി നടന്നുള്ളൂ. എൻ്റെ വിശ്വാസപ്രകാരം 100 ദിവസത്തിനുള്ളിൽ 10,000 ഫോളോവേഴ്സ് എന്തായാലും എനിക്കാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ
ഈ വ്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 5000 വ്യൂ ആയിരുന്നു, എനിക്ക് 3000 വ്യൂ ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുണ്ടായിരുന്നത്. ഇന്ന് 31ാമത്തെ ദിവസമാകുമ്പോൾ എനിക്ക് വ്യൂ 2,71,000 വ്യൂ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5, 10, 15 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വ്യൂ ഏകദേശം 3 lakh വ്യൂ ആവും. അപ്പോൾ അടുത്ത 30 ഡേയ്സിൽ എനിക്ക് 3 lakh വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ എൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യും. 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ 6 ലക്ഷം വ്യൂ എന്ന ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കും. അപ്പം ഞാൻ ചെയ്തത് ഇത്തരം കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ജിമ്മിൽ പോകുമ്പോൾ റീൽസ് എടുക്കും, ചെറിയ വീഡിയോ എടുക്കും, അത് റീൽസാക്കും. അതുപോലെ തന്നെ ബാക്കി വചനത്തിൻ്റെ വീഡിയോ ഇടും. പിന്നെ ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ചാലഞ്ചിൻ്റെ വീഡിയോ ഇടും. ഇപ്പോൾ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി വ്ളോഗ് ചെയ്യും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊരു സ്റ്റെപ്പായി പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വേറെ അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഇത് ഹെൽപ്പാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.